പഠിക്കുന്നത്. അപ്പോൾ ഫേസ് റൂൾ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ്. ഇതിൽ തെർമോഡൈനാമിക്സിലും ഫിസിക്കൽ കെമിസ്ട്രിയിലും ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ് എന്ത് ഫേസ് റൂള്. ഫോർമുലേറ്റ് ചെയ്തത് ബൈ വില്യാർഡ് ജിബ്സ് ആണ് എന്ത് ചെയ്തത്, ഇത് ഫോർമുലേറ്റ് ചെയ്തത്. അപ്പം എന്താണിത്, ഈ ഫേസ് റൂൾ വെച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്താണ് റിലേഷൻ നമുക്ക് നോക്കാം. ആക്ച്വലി ഫേസ് റൂളിൽ എന്തില്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ ഇല്ല. ആക്ച്വലി ഇതൊരു ഫോർമുലയാണ്, F=P+2. അപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഗിവ്സ് ദ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം. എഫ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻ എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആർ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ടെമ്പറേച്ചറും പ്രഷറും കമ്പോസിഷനും യു ക്യാൻ ചേഞ്ച് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ നമ്പർ ഓഫ് ഫേസ് ഇൻ എൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഫേസ് റൂൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ് എന്തിൽ, തെർമോഡൈനാമിക്സിലും ഫിസിക്കൽ കെമിസ്ട്രിയിലും. പിന്നെ ഇത് ഫോർമുലേറ്റ് ചെയ്ത് വില്യാർഡ് ജിബ്സ് ആണ്. ഇത് തരുന്നതെന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ, പ്രഷർ, കമ്പോസിഷൻ എന്ന പോലത്തെ പ്രോപ്പർട്ടീസ് നമുക്ക് സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാതെ, ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ മാറ്റാൻ പറ്റുന്ന എന്തൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ഫോർമുല വെച്ച്. ജനറൽ ഫോർമുല എന്താ, F=C-P+2. ഇവിടെ സി എന്താ, ഇവിടെ സി എന്ന് പറയുന്ന വാല്യൂ നമ്പർ ഓഫ് കോമ്പണൻസ് ആണ്. ഓക്കെ, കെമിക്കലി ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അല്ലേ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഫ്. പി എന്ന് പറയുന്നത് ഫേസ് അല്ലേ. ഓക്കെ, സി എന്ന് പറയുന്നത് കോമ്പണൻറ്റ്, മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കെമിക്കൽ സ്പീഷീസ്. സി എന്ന് പറയുന്നത് എന്താ, കോമ്പണൻ്റ് ആണ്. സി എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് കെമിക്കൽ ഇൻഡിപെൻഡൻറ്റ് സ്പീഷീസ് നീഡഡ് ടു ഡിസ്ക്രൈബ് ദ കമ്പോസിഷൻ ഓഫ് ഈച്ച് ഫേസ് ഇൻ എ സിസ്റ്റം. ഇപ്പം ഒരു വാട്ടറുള്ള സിസ്റ്റമാണ്, നമ്മൾ പറയുന്നു വാട്ടർ ഇക്വിലിബ്രിയത്തിലാണ്, സോളിഡും ലിക്വിഡും ഗ്യാസും ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അവിടെ എത്ര കോമ്പണൻ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എത്ര മനസ്സിൽ വരിക, 3 എന്ന് മനസ്സിൽ വരും അല്ലേ. പക്ഷേ അല്ല, അവിടെ നമ്മൾ വാട്ടറിനെ മാത്രമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കെമിക്കൽ ഇക്വേഷനിൽ എന്തേ വരുന്നുള്ളൂ, വാട്ടർ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അവിടെയുള്ള കോമ്പണൻറ്റ് 1 ആണ്. ഇപ്പം നമ്മൾ NaCl വാട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ കോമ്പണൻറ്റ്സ് 2 ആണ്. ബിക്കോസ് അവിടെ ആരൊക്കെ വരുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് കെമിക്കൽസ് ആയിട്ട് NaClഉം വരുന്നുണ്ട്, അതുപോലെ വാട്ടറും വരുന്നുണ്ട് അല്ലേ. അടുത്ത നമുക്ക് ഫേസ്, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ്. അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കോമ്പണൻറ്റിൽ വേറെ നമുക്കുള്ള പ്രോപ്പർട്ടീസ് എന്താ, ഇപ്പം വാട്ടറും ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ എന്തൊക്കെ കോമ്പണൻറ്റ് വരും, 2 കോമ്പണൻറ്റ് വരും അല്ലേ. ഇനി നമ്മളൊരു ടീ ബോയിൽ ചെയ്യുന്ന സിസ്റ്റം എടുക്കുന്നുണ്ടെങ്കിലോ അവിടെ ടീ വരും, പിന്നെന്ത് വരും, ഇക്വിലിബ്രിയത്തിലായിരിക്കണം എന്നുള്ളൊരു പ്രോപ്പർട്ടിയും കൂടെ ഫോളോ ചെയ്യണം അല്ലേ. അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടെ കോമ്പണൻറ്റ്സ് എന്തായിരിക്കും, ടീ വരും, വാട്ടർ വരും, ഷുഗർ വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല, നമ്മൾ എന്താ പഠിക്കാൻ പറ്റുന്ന ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പം നമ്മൾ വാട്ടർ എടുക്കുന്നു, വാട്ടർ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ട്, വാട്ടർ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫേസ് എന്ന് പറയുന്ന വാല്യൂ 3 വന്നു. അപ്പോൾ എന്തായിരിക്കും ഫേസ്, ഡിഫറെൻറ്റ് ഇതല്ലേ സ്റ്റേറ്റ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ഒരേ കോമ്പണൻറ്റ് എത്ര സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് അതിനാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, വാട്ടർ 3 ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫിസിക്കലി ഡിസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിസ്റ്റിൻ്റ് ആയിരിക്കണം. ഹോമോജീനിയസ് സിസ്റ്റത്തിൽ, അതായത് വേറെ തന്നെ ഹോമോജീനിയസ് പാർട്ടും ആയിരിക്കണം. ഓക്കെ, ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കണം. അപ്പോൾ ഇപ്പം വാട്ടറിൽ നിന്ന് എടുക്കുന്ന സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ ഫുൾ ഡയമെൻഷനിൽ എന്തായിരിക്കണം, വാട്ടറിൻ്റെ കമ്പോസിഷൻ ഒന്നായിരിക്കണം, ഐസിൻ്റെ കമ്പോസിഷൻ ഒന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു മുകളിൽ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സിസ്റ്റം, ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ആണെന്ത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യാതെ ഏതൊക്കെ മാറ്റാൻ പറ്റും അതാണെന്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലുണ്ട്, അപ്പോൾ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ടെമ്പറേച്ചറോ പ്രഷറോ കമ്പോസിഷനോ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടും, നമുക്ക് ആ വാല്യൂസാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടുന്നത്. പൊതുവേ നമ്മളെ ഇക്വേഷനിൽ +2 വാല്യൂ തന്നിരിക്കുന്നത്, ബിക്കോസ് ഏതൊരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് മിനിമം വരുന്നത് ടെമ്പറേച്ചറും പ്രഷറുമാണ്. അപ്പോൾ അവിടെ +2 എന്ന് പറയുന്നത് എന്താണ്,
ടെമ്പറേച്ചറും പ്രഷറിനെയും ഡിനോട്ട് ചെയ്തിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ ഒന്നുകൂടെ ഓർക്കുക. എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു. സി എന്ന് പറയുന്നത് കോമ്പണൻറ്റ്, പി എന്ന് പറയുന്നത് ഫേസ്, ടു എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യാതെ മാറ്റാൻ പറ്റും അതാണ് കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് വൺ കോമ്പണൻറ്റ് സിസ്റ്റം നോക്കാം. വൺ കോമ്പണൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സി വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. സി വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെയുള്ള കോമ്പണൻറ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ എന്താ, നമ്മൾ വാട്ടറിനെ എടുക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫേസ് 3 എടുക്കുന്നു. ട്രിപ്പിൾ പോയിൻ്റ് ഓഫ് വാട്ടറിലാണ് എന്ത് 3 ഫേസും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനെന്താ പറയുക, കോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു എന്ന് നമുക്ക് എന്ത് കിട്ടും, സി എന്ന് പറയുന്ന വാല്യൂ 1, പി എന്ന് പറയുന്ന വാല്യൂ 3 പ്ലസ് 2, അപ്പോൾ ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് എത്ര കിട്ടും, ഈക്വൽ ടു 0 കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറും പ്രഷറും ഫിക്സ്ഡ് ആയിരിക്കും, നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, നമ്പർ ഓഫ് കോമ്പണൻറ്റ് ഓഫ് ദ സിസ്റ്റം നമുക്ക് നോക്കാം. വൺ കോമ്പണൻറ്റ് സിസ്റ്റം നോക്കാം. അതിനകത്ത് തന്നെ നമുക്ക് എന്തെടുക്കാം, ഫേസ് 2 എടുക്കാം. അടുത്ത എക്സാമ്പിളാണ്. ആദ്യം നമ്മൾ ഫേസ് 1 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അവിടെ എന്തിരിക്കുന്നുണ്ട്, സോളിഡും ലിക്വിഡും ഗ്യാസും കോ എക്സിസ്റ്റ് ചെയ്യുന്നു. അടുത്തത് 2 കോമ്പണൻറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, സോളിഡും ലിക്വിഡും ഗ്യാസും അല്ല, സോളിഡും ലിക്വിഡല്ലേ, ലിക്വിഡും ഗ്യാസും അല്ലേ, എന്താ എടുക്കാം, സോളിഡും വേപ്പറും എടുക്കാം. നമ്മളിവിടെ എടുത്ത എക്സാമ്പിൾ എന്താ, ലിക്വിഡും വേപ്പറാണ്. എന്തെടുത്താലും എന്ത് വരും, ഫേസ് ഇസ് ഈക്വൽ ടു 2 വരും അല്ലേ. അപ്പോൾ സി ഈക്വൽ ടു 1, ഫേസ് ഈക്വൽ ടു 2 എന്ത് കിട്ടും, എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 എന്ന് പറയുന്ന വാല്യൂ 1 കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ഏതും ഒന്ന് വേരി ചെയ്യാം അല്ലേ. ഒന്ന് വേരി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മറ്റേതും കൂടെ അഡ്ജസ്റ്റ് ആയി പോകും. 2 കോമ്പണൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇഫ് സോളിഡ് NaCl ആണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ NaClഉം വാട്ടറുള്ള സിസ്റ്റത്തിൽ സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 2 ആയിരിക്കും, പി ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പോൾ എഫ് വാല്യൂ സി മൈനസ് പി പ്ലസ് 2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് കിട്ടും, എഫ് ഈസ് ഈക്വൽ ടു 2 കിട്ടും. 2 വേരിയബിൾ ക്യാൻ ചേഞ്ച് ഇൻഡിപെൻഡൻ്റ്ലി. 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമുക്ക് ടെമ്പറേച്ചറും മാറ്റാം, പ്രഷറും മാറ്റാം. ഒന്നിൻ്റെ മാറ്റം മറ്റേനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറ്റാം. ഫേസ് റൂൾ ഓൺലി അപ്ലൈസ് ഫോർ ഇക്വിലിബ്രിയം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇക്വിലിബ്രിയം സിസ്റ്റം അല്ലെങ്കിൽ അവിടെ ഫേസ് റൂൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തിനാണ് കണ്ടുപിടിക്കുന്നത്, ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് എന്തൊക്കെ മാറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അല്ലേ. ഇനി നമ്മൾ വാട്ടർ സിസ്റ്റം എടുക്കാം. നമുക്ക് വാട്ടർ സിസ്റ്റത്തിനെ കുറിച്ചാണ്, വാട്ടർ സിസ്റ്റം സൾഫർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺ കോമ്പണൻറ്റ് സിസ്റ്റം. വൺ കോമ്പണൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ മാത്രമേ നെസസറി ഉള്ളൂ അല്ലേ. 2 കോമ്പണൻറ്റ് സിസ്റ്റം ഉണ്ട്, 3 കോമ്പണൻറ്റ് സിസ്റ്റം ഉണ്ട്, നിങ്ങൾ ഹയർ ക്ലാസ്സസ് പ്രോയിൽ പഠിക്കും. ഓക്കെ, വാട്ടർ അറ്റ് ഇക്വിലിബ്രിയം. ഐസ്, വാട്ടർ, വേപ്പർ, കോമ്പണൻറ്റ് സി ഈസ് ഈക്വൽ ടു 1. ഐസും വാട്ടറും വേപ്പറും അതാണ് വാട്ടർ അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ കോമ്പണൻറ്റ് സി ഈക്വൽ ടു 1 ആണല്ലേ. ഫേസ് ഇസ് ഈക്വൽ ടു 3 എടുക്കുന്നു നമ്മൾ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 എന്ന് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. നമ്മൾ മുകളിലെടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 കിട്ടും. അപ്പോൾ 2 സിസ്റ്റം എടുക്കുന്നതാണെങ്കിൽ ലിക്വിഡും വേപ്പർ എന്നുള്ള സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റം നമുക്ക് എന്ത് പറയാം, വാട്ടർ ബോയിലിംഗ് സിസ്റ്റം എന്നും പറയാം. ഓക്കെ, അവിടെ നമ്മൾ മുകളിൽ കണ്ട പോലെ തന്നെ ഈ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് കിട്ടും, ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ 1 കിട്ടും. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും മാറ്റാൻ പറ്റില്ല. അടുത്ത എന്താ, അപ്പോൾ നമ്മൾ എന്തെടുത്ത്, ട്രിപ്പിൾ പോയിൻറ്റ് സിസ്റ്റം എടുത്ത്, 2 ഫേസ് സിസ്റ്റം എടുത്ത്, അതിനകത്ത് നമ്മൾ ബോയിലിംഗ് വാട്ടർ സിസ്റ്റം നോക്കി. ബാക്കി എന്തൊക്കെ സിസ്റ്റം വരാം, ഒന്നെങ്കിൽ ലിക്വിഡും വേപ്പറും വരാം, അല്ലെങ്കിൽ എന്താ വരാം, വേപ്പറും സോളിഡ് വരാം, സോളിഡും ലിക്വിഡും വരാം. എന്തായാലും എന്തായിരിക്കും, ഇത് തന്നെ ആയിരിക്കും അല്ലേ. ഇനി സിംഗിൾ വാട്ടർ സിസ്റ്റം എടുക്കാം. സിംഗിൾ ഫേസ് സിസ്റ്റം ആണെങ്കിൽ ഏതും ഒന്ന്, ഓൺലി ലിക്വിഡ്, ഓൺലി വാട്ടർ, അല്ല ഓൺലി ലിക്വിഡ്, ഓൺലി സോളിഡ്, അല്ലെങ്കിൽ ഓൺലി വേപ്പർ സിസ്റ്റം എടുക്കാം. എന്തായാലും എന്ത് വരും, സീൻ്റെ വാല്യൂ 1ഉം പീൻ്റെ വാല്യൂ 1 വരും. അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് കിട്ടും, 2 കിട്ടും. അപ്പോൾ അവിടെ നമ്മളെ വേരിയബിൾസ് എന്തൊക്കെയാണ്, നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരി ചെയ്യാം അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ടായത്. ഇനിയിപ്പോൾ സിംഗിൾ കോമ്പണൻറ്റ് സിസ്റ്റം തന്നെ സെയിം ഓക്കെ, ഇത് സെയിം ആണ്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഫേസ് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും, ഐസ് പ്ലസ് വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ പ്ലസ് സ്റ്റീം, അല്ലെങ്കിൽ ഐസ് പ്ലസ് സ്റ്റീം എന്ന 3 കോമ്പിനേഷനും വരാം അല്ലേ. 3ഉം ഡിഫറെൻറ്റ് ടൈമിൽ ഒരുമിച്ചല്ല. ഓക്കെ,
പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തിന് 0 ആണ്, ട്രിപ്പിൾ പോയിന്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ് 0 ആണ്. അതപ്പം ടെമ്പറേച്ചറും പ്രഷറും ഫിക്സ്ഡ് ആണ് പറഞ്ഞു. അപ്പോൾ ഫിക്സ്ഡ് ആയ ടെമ്പറേച്ചറും പ്രഷറും എത്രയാണ്, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് 0.01 ഡിഗ്രി സെൽഷ്യസും 4.58 mmHg ആണ്. അപ്പോൾ 4.58 mmHg എന്ന് പറഞ്ഞാൽ mmHg എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പ്രഷറിൻ്റെ യൂണിറ്റാണ്. ഓക്കെ അപ്പോൾ 1 ഫേസ് ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ 2 കിട്ടും, 2 ഫേസ് ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ 1 കിട്ടും, 3 ഫേസ് ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ 3 കിട്ടും, 0 കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം, സൾഫർ സിസ്റ്റം നോക്കാം. സിംഗിൾ കോമ്പണൻറ്റ് സൾഫർ സിസ്റ്റം S is equal to S8 സിസ്റ്റമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കോമ്പിനേഷൻ ഉണ്ട്, ഒന്ന് റോംബിക് സൾഫർ ഉണ്ട്, ഒന്ന് മോണോക്ലിനിക് സൾഫർ ഉണ്ട്, ലിക്വിഡ് സൾഫർ ഉണ്ട്, വേപ്പർ സൾഫർ ഉണ്ട്. ഓക്കെ, ഈ 4 കോമ്പണൻറ്റ്സ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇവിടെ എല്ലാം എന്താണ് സൾഫർ ആയതുകൊണ്ട് C എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ സൾഫർ എന്ന് പറയുന്നത് വാട്ടറിനെ പോലെയല്ല, ഇവിടെ മൾട്ടിപ്പിൾ സോളിഡ്സ് ഉണ്ട്. സോളിഡ് തന്നെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഒന്ന് റോംബിക് സ്ട്രക്ചർ ഉണ്ട്, മോണോക്ലിനിക് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ എന്തുണ്ട്, സോളിഡ് സ്ട്രക്ചറിന് തന്നെ 2 ഫേസ് ഉണ്ട്, പിന്നെ ലിക്വിഡ് സൾഫർ, പിന്നെ വേപ്പർ സൾഫർ. ഓക്കെ, പിന്നെ റോംബിക് സൾഫർ എക്സിസ്റ്റ് ചെയ്യുന്നത് 95.5 ഡിഗ്രി സെൽഷ്യസിലാണ്. മോണോക്ലിനിക് സൾഫർ എക്സിസ്റ്റ് ചെയ്യുന്നത് 95.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടിൽ 119 ഡിഗ്രി സെൽഷ്യസ് വരെ എക്സിസ്റ്റ് ചെയ്യും. ഇനി 119 ഡിഗ്രി സെൽഷ്യസിൽ കൂടിപ്പോയാൽ അതെന്താവും, ലിക്വിഡ് സൾഫറാവും. ലിക്വിഡ് സൾഫർ 119 ഡിഗ്രി സെൽഷ്യസിൽ എബോവ് ലിക്വിഡ് സൾഫർ ആയിരിക്കും. അതിലും എബോവ് പോയി ഒരു ബോയിലിംഗ് പോയിൻറ്റ് 444.6 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതെന്താവും, വേപ്പർ സൾഫറാവും. ബിക്കോസ് ഇതെല്ലാം സൾഫർ ആയതുകൊണ്ട് കോമ്പണൻ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ. നമ്മളെ വാട്ടർ സിസ്റ്റം എടുത്ത പോലെ തന്നെ ഇവിടെ സോളിഡും ലിക്വിഡും ഗ്യാസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ സോളിഡ് ഉണ്ട്, 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മോണോക്ലിനിക്കും റോംബിക്കും അല്ലേ. 1 ഫേസ് റീജിയൻ P is equal to 1. ഓക്കെ, നമ്മളിവിടെ ഒരു ഇക്വേഷൻ മിസ് ചെയ്തു. ആ ഇക്വേഷൻ എന്തായിരുന്നു, ഇപ്പം F is equal to C minus P plus 2 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അതെന്ത് കിട്ടും, നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ C1ഉം മൈനസ് P plus 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്നിങ്ങനെ ചെയ്യുക, 3 - P ഇടാം അല്ലേ. അതിപ്പോൾ വാട്ടർ സിസ്റ്റത്തിനായിരുന്നുള്ളെങ്കിൽ വാട്ടർ സിസ്റ്റം 1 ആണെങ്കിൽ എന്താ ഫേസ് 1 ഫേസ് റീജിയൻ ആണെങ്കിൽ എന്ത് കിട്ടും, 3 - 1 = 2 കിട്ടും. 2 ഫേസ് റീജിയൻ ആണെങ്കിൽ 3 - 2 = 1 കിട്ടും. ട്രിപ്പിൾ പോയിൻ്റ് ആണെങ്കിൽ 3 - 3 = 0 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മളെ സൾഫർ സിസ്റ്റത്തിൽ ഇട്ട് നോക്കാം. അപ്പോൾ 1 ഫേസ് സിസ്റ്റം ആണെങ്കിൽ 3 - P എന്ന് പറയുന്ന വാല്യൂ 1 അല്ലേ, ഫേസ് ഈക്വൽ ടു 1 അല്ലേ എടുത്തത് നമ്മൾ. അപ്പോൾ 2 കിട്ടും. 2 കിട്ടിയാൽ അവിടെ എന്താ, ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് എന്ത് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് വേരി ചെയ്യാം. ഇപ്പോൾ ഫേസിൽ എന്തൊക്കെ ഉണ്ടാവാം, ഒന്നുകിൽ ഇത് റോംബിക് സൾഫർ ആയിരിക്കും, ഒന്നുകിൽ മോണോക്ലിനിക് ആയിരിക്കും, ഒന്നുകിൽ ലിക്വിഡ് സൾഫർ ആയിരിക്കും, അല്ലെങ്കിൽ വേപ്പർ സൾഫർ ആയിരിക്കും. ഏതും ഒരു ഫോം മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ അല്ലേ. അടുത്തത് എന്താ, 2 ഫേസ് ഇക്വിലിബ്രിയം. 2 ഫേസ് ഇക്വിലിബ്രിയം ആണെങ്കിൽ ഫേസ് എന്തായിരിക്കും, 2 ആയിരിക്കും. റോംബിക് സൾഫർ മോണോക്ലിനിക് സൾഫറിൻ്റെ ഒപ്പം കോ എക്സിസ്റ്റ് ചെയ്യാം, മോണോക്ലിനിക് സൾഫറും ലിക്വിഡ് സൾഫറും കോ എക്സിസ്റ്റ് ചെയ്യാം, ലിക്വിഡ് സൾഫറും വേപ്പർ സൾഫറും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇത് കോ എക്സിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്താ ഇക്വിലിബ്രിയത്തിലാണെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ മോണോക്ലിനിക് സൾഫർ പ്ലസ് വേപ്പറും റോംബിക് സൾഫറും പ്ലസ് വേപ്പറും സോളിഡ് ഫോമിലല്ലാതെ വേപ്പർ ഫോമിലാണ് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എന്താ, ഒന്നുകിൽ സോളിഡ് ഫോമിൽ റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറിനും അങ്ങോട്ടും ഇങ്ങോട്ടും കോ എക്സിസ്റ്റ് ചെയ്യാം. അത് 95 ഡിഗ്രി സെൽഷ്യസിലാണ് ഒക്കെ അറിയുന്നത്. അതിൽ കൂടുതൽ എന്തായിരിക്കും, മോണോക്ലിനിക് സൾഫറും ലിക്വിഡ് സൾഫറും കോ എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലിക്വിഡ് സൾഫറും വേപ്പർ സൾഫറും, അല്ലെങ്കിൽ മോണോക്ലിനിക് സൾഫറിൻ്റെ വേപ്പർ ഫോമും റോംബിക് സൾഫറിൻ്റെ വേപ്പർ ഫോമും എന്ത് ചെയ്യും, കോ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പം നമുക്ക് എന്താ പറയാം, 2 ആയതുകൊണ്ട് Pൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് 3 - P = 3 - 2 = 1 കിട്ടും അല്ലേ. അപ്പോൾ 1 മാത്രമല്ലേ നമുക്ക് കിട്ടും ഡിഗ്രി ഓഫ് ഫ്രീഡം. ട്രിപ്പിൾ പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 3 - 3 കിട്ടും അല്ലേ.
അവിടെ റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറും ലിക്വിഡ് ഫോമാണ് കോ എക്സിസ്റ്റ് ചെയ്യുക, ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ ടെമ്പറേച്ചറും പ്രഷറും ഫിക്സ്ഡ് ആയിരിക്കും, നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ. ഓക്കെ, റോംബിക് ടു മോണോക്ലിനിക്ക് പോകണമെങ്കിൽ 95.5 ഡിഗ്രി കൂടുതലായിരിക്കണം അല്ലേ. മോണോക്ലിനിക്കിന് ലിക്വിഡിലോട്ടേക്ക് പോകണമെങ്കിൽ 119 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കണം. ലിക്വിഡ് വേപ്പർ ആവണമെങ്കിൽ 444.6 ഡിഗ്രീസിനേക്കാളും മുകളിലായിരിക്കണം. ഓക്കെ, സൾഫർ വേപ്പർ കണ്ടെയ്ൻ S8, S2, S വേപ്പർ സ്പീഷീസ് ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ. നമ്മൾ സൾഫർ വേപ്പറിൽ 3 ഫോം എക്സിസ്റ്റ് ചെയ്യും, S8ഉം S2ഉം S വേപ്പർ സൾഫർ. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊന്നും വരില്ലായിരിക്കും. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വന്നാലേ. ഓക്കെ, ഇതാണ് നമുക്ക് ഫേസ് റൂളിൽ പഠിക്കാനുണ്ടായത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.